क्राइम अलर्ट, जुर्म के खिलाफ आवाज। കണ്ടോ അവനോട് പതുങ്ങിയിരിക്കുക. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത? ആരാ നിങ്ങള്? എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നേ? വൈകരുത്. ഓക്കെ? ആ ഓക്കെ ഓക്കെ.
നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തേക്കാം. ഓക്കെ, ഞാൻ വേഗം വന്നേക്കാം. വേണ്ട, എന്നെ കൊല്ലരുത്. വേണ്ട. സോനു മോനെ, എന്തു പറ്റി? ഇങ്ങോട്ട് വാ. എന്താന്നറിയില്ല, ഒച്ച വയ്ക്കായിരുന്നു. സോനു, എന്താ പറ്റിയ മോനെ? നീ എന്തിനാ ഇത്രയും പേടിക്കുന്നത്? എന്താ സോനു? മോനെ, നീ എവിടെ പോവാ? എന്താ മോനെ, നീ എങ്ങോട്ടാ പോന്നെ? നിങ്ങൾക്ക് ആരാ? മോനെ, ഞങ്ങള് നിന്റെ അച്ഛനും അമ്മയല്ലേ. എന്താ നിനക്ക് പറ്റിയേ? കണ്ടില്ലേ? അല്ല, നിങ്ങൾ രണ്ടുപേരുടെ അച്ഛനമ്മയും അല്ല. ഇവന്റെ തലയ്ക്ക് നേരത്തെ അടികൊണ്ടിരുന്നില്ലേ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും. സോനു, നീ പേടിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. കൈയെടുക്ക്, എനിക്ക് പോണം. എനിക്ക് ഇവിടുന്ന് പോണെന്ന്. എങ്ങോട്ടാ പോന്നേ? എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. മോനെ, ഇതല്ലേ നിന്റെ വീട്? നീ എന്തായി പറയുന്നേ? ഇത് എന്റെ വീടല്ല. നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങളല്ല എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും. എന്റെ ഭഗവാനെ, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? സോനു, നിനക്കെന്താ പ്രാന്താണോ? സ്വന്തം അമ്മയോട് ഇങ്ങനെയൊക്കെയാ പറയാ? ഞാൻ നിങ്ങളുടെ സോനു അല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കൂ പ്ലീസ്. ഞാൻ നിങ്ങളുടെ സോനു അല്ല. എന്റെ പേര് കൃഷ്ണരാജ് മിശ്രയാണ്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം ഓം ശാന്തിരന്തു തച്ചിത് ശാന്തിരാപക. മതി, നിർത്തു പണ്ഡിറ്റ് ജി. മന്ത്രങ്ങളൊക്കെ നിങ്ങൾ വളരെ തെറ്റായിട്ടാണ് ചൊല്ലുന്നത്. ഓം ദ്യോ ശാന്തിരന്തരിക്ഷ ശാന്തി പൃഥ്വി ശാന്തിരാപ് ശാന്തിരോക്ഷദ്യ ശാന്തി വനസ്പത്തെ ശാന്തി വിശ്വേ ദേവഃ ശാന്തി ബ്രഹ്മ ശാന്തി സർവശാന്തി ശാന്തിരേവ ശാന്തി ശ്യാമാ ശാന്തിരതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ദേവ. നന്ദി. സോനു മോനെ, ഒരു മിനിറ്റ്. പറയൂ പണ്ഡിറ്റ് ജി. മോനെ, ഈ മന്ത്രമൊക്കെ നീ എങ്ങനെയാ പഠിച്ചത്? എനിക്ക് മന്ത്രങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ നിന്റെ അച്ഛനും അമ്മയൊന്നും അതൊന്നും പഠിച്ചിട്ടില്ല. ഇവരെന്റെ അച്ഛനും അമ്മയൊന്നും അല്ല. പിന്നെ ഞാൻ എന്റെ സോനുവും അല്ല. ഞാൻ പണ്ഡിറ്റ് കൃഷ്ണരാജ് മിശ്രയാണ്. പിന്നെ എനിക്ക് നല്ലൊരു ഭാര്യയുണ്ട്. അവളുടെ പേര് കനക മിശ്രയാണ്. തിരുമേനി, കണ്ടില്ലേ? ഇവന്റെ ദേഹത്ത് ഏതോ ദുഷ്ട ആത്മാവ് കൂടിയിരിക്കുക. ഞങ്ങളെ ഈ പൂജയ്ക്ക് കൊണ്ടുവന്നു തന്നെ അതിനാ. കണ്ടില്ലേ ഇവൻ എന്തൊക്കെയാ പറയുന്നതെന്ന്? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത? എന്റെ ഉള്ളിൽ ഒരു ആവിയും ബാധയും കേറിയിട്ടൊന്നും ഇല്ലാന്ന്. പണ്ഡിറ്റ് ജി, നിങ്ങളെങ്കിലും ഇവരോട് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കൂ. എന്നെ അവർ പ്ലാൻ ചെയ്ത് കൊന്നതാ. പിന്നെ എനിക്കിപ്പോ തിരിച്ചുകൊണ്ടത് അത്യാവശ്യമാണ്. കൊന്നെന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? ഭ്രാന്താണോ നിനക്ക്? ഞാൻ നിന്നെ എങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ്, എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. എനിക്ക് എന്തായാലും പോയേ പറ്റൂ. ശാന്തമായിട്ടിരിക്കും, ഒന്ന് സമാധാനിക്കേ. നിനക്കിപ്പോ കനകന്റെ അടുത്തല്ലേ പോകേണ്ടത്? അതെ പണ്ഡിറ്റ് ജി. ആ, ആ, നിന്റെ
അച്ഛനും അമ്മയും നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. എന്തായി ശരിക്കും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ആ കുട്ടി എന്തൊക്കെയാ പിച്ചും പേയും പറയാ. അതിന് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ഇതൊക്കെ തന്നെയാണ്. ഇത് ആത്മാവിന്റെ കളിയൊന്നുമല്ല, ഇത് പരമാത്മാവിന്റെ പ്രവൃത്തിയാണ്. മോനെ, നീ ആരോടെങ്കിലും വഴി ചോദിക്കേ. നമ്മൾ ഏത് വഴിക്കായി പോകുന്നത്? അതിനല്ലേ ഞാൻ ഉള്ളത്. എനിക്ക് ഈ സ്ഥലത്തിലെ ഓരോ മുക്കും മൂലം നന്നായിട്ട് അറിയാം. നിങ്ങൾ ജസ്റ്റ് എന്റെ കൂടെ വന്നാൽ മാത്രം മതി. പക്ഷെ മോനെ, ഒരു പക്ഷേ കിക്ഷയുമില്ല. നിങ്ങൾ എന്റെ കൂടെ മാത്രം വന്നാൽ മതി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ആ അല്ല, എന്തൊക്കെയുണ്ട് ആന്റി? സുഖാണോ? അല്ല, ഇത് ഞങ്ങൾക്കറിയുന്നൊരു കടയാ. എടാ മോനെ ചമ്പക്കെ. ആ അല്ല, കടയൊക്കെ അങ്ങ് ടിപ് ടോപ്പ് ആക്കി കളഞ്ഞല്ലോ. നീ ശരിക്കും ആരാ മോനെ? എന്താ നിന്റെ പേര്? അല്ല, എന്തായി മോനെ വിളിയൊക്കെ? എന്നെ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, ആരും അറിയത്തില്ല മോനെ. അല്ല, കൃഷ്ണരാജ് മിശ്ര. കൃഷ്ണരാജ് മിശ്രയോ? അതെന്നടാ, നിന്റെ പഴയ കസ്റ്റമർ. എപ്പോഴും 250 ഗ്രാം വാങ്ങില്ലേ? നിന്നെ നോട്ടം കണ്ട ഒരു ഭൂതത്തിനെ കണ്ട പോലെ ഉണ്ടല്ലോ. ശരി, നിന്റെ ജോലി നടക്കട്ടെ. പിന്നെ എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ട 250 ഗ്രാം ഇമ്മർത്തി പാക്ക് ചെയ്ത്. അല്ല, എന്ത് നോക്കിയിരിക്കാ? പാക്ക് ചെയ്യുന്ന എനിക്ക് പോകാനുള്ളതല്ലേ. ഒരു പാക്കറ്റ് ഇമ്രൂതി പാക്ക് ചെയ്തേ. എത്രയായി ചേട്ടാ? ആന്റി, ആദ്യം മാർക്കറ്റിന് പുറകിലായിരുന്നു എന്റെ സ്കൂള്. ആന്റിയോ? ദേ, നിങ്ങൾക്ക് ആ ഒരു സ്ഥലം കാണുന്നില്ലേ? അവിടെ ഞാൻ ഒരുപാട് സമയം ഇരുന്ന് കളിക്കാറ്. ഹലോ രമേശേ, എന്തൊക്കെയുണ്ട്? അല്ല, നീ ഏതാ? നിനക്ക് ആരാണ് മനസ്സിലായില്ലേ? ഒരു പരിചയമില്ല. സോറി. ദേ കണ്ടില്ലേ, ഇതാണ് എന്റെ കട. അല്ല മോനെ, നീ ഇപ്പൊ വലിയ ആളായാലോടാ. എന്റെ കോല് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എല്ലാം ക്ലീൻ ആക്കി വെക്കണമെന്ന്. പിന്നെ ഈയിടെയായിട്ട് നീ ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആരാ അത്? അല്ല, എന്ത് പറ്റി പണ്ഡിത്താൻ? നീ എന്താ ഇങ്ങനെ എത്ര വിഷമിച്ച്? പിന്നെ നമ്മുടെ മോളെന്ത് പറയുന്നു? ഒരുപാട് വലിയ കുട്ടിയായിട്ടുണ്ടാവും അല്ലേ? ഇതേത് കണ്ടില്ലേ, അവൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. എനിക്കത് അവൾക്ക് കൊടുക്കണം. അല്ല, നീ ആരാ മോനെ? ഞങ്ങളെ പറ്റി ഇത്രയും ഡീറ്റെയിൽസ് അറിയാൻ മാത്രം? അല്ല പണ്ഡിതൻ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കൃഷ്ണനാണ്, നിന്റെ ഭർത്താവ്. എന്താ ഈ പറയുന്നേ? ഈ കുട്ടി എന്തൊക്കെയായി പറയുന്നേന്ന്? നിങ്ങൾ ഈ കുട്ടിക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? വായ തോന്നുന്നു വിളിച്ചു പറയാ. ക്ഷമിക്കണം സഹോദരി, ഇവൻ. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല അല്ലേ? ശരി, ഇപ്പൊ ഞാൻ മനസ്സിലാക്കി തരാം. ഈ കടയുടെ ലേഔട്ട് ഞാനല്ലേ ചെയ്തത്, ശരിയല്ലേ? എനിക്ക് ഇപ്പോഴും അറിയാം നീ പൈസ വെക്കേണ്ട സ്ഥലത്ത് നീ പൈസ വെക്കാറില്ല എന്ന്. നിനക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ എന്താ ആലോചിക്കുന്ന ചക്കരെ? ഇങ്ങനെ ചക്കര ചക്കര എന്ന് വിളിക്കണ്ട.
എന്നെ ഒരു മനുഷ്യൻ മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അത് ഞാൻ തന്നെയാ, നിന്റെ ഭർത്താവ് കൃഷ്ണ. നിനക്ക് ഇതുവരെ വിശ്വാസമായില്ല അല്ലേ? ശരി, നിനക്ക് എന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? ഞാൻ ജോലിയൊക്കെ രാജിവെച്ച് വന്ന ദിവസം. കാരണം ജോലി വിട്ടേച്ചാ വന്നത്. ഞാൻ ഹാർഡ്വെയറിന്റെ ഷോപ്പ് തുറന്നു. നിനക്ക് ആ കാര്യത്തിൽ എന്നെ വിശ്വാസമില്ലേ? നീ എൻ്റെ ഒപ്പം തന്നെ കാണില്ലേ? എന്നേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെയാ. നിങ്ങള് എന്തായാലും വിജയിക്കും. ചക്ര, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് നിന്നെക്കാളും കൂടുതൽ എന്നെ കുറിച്ചാണ് വിഷമെന്ന്. ഇപ്പൊ എന്തു പറ്റി? നിനക്കപ്പോൾ എന്നെ കുറിച്ച് ആലോചിച്ച ഒരു വിഷമമില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. പുനർജന്മത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിനുള്ള എവിഡൻസ് ഒന്നും നമ്മുടെ പക്കലില്ല താനും. പക്ഷേ ചിലരിത് അമിതമായി വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നിങ്ങൾക്കും വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. നമസ്കാരം, ഞാൻ ഗിരീഷ് ജൈൻ. ക്രൈം അലർട്ടിന്റെ ഇന്നത്തെ ഞെട്ടിക്കുന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, സോനു എന്നൊരു പയ്യൻ. അവൻ പറയുന്നത് ഈ ജന്മത്തിൽ അവൻ കൃഷ്ണരാജ് മിശ്ര എന്നാണ്. ഈ കാര്യം കേൾക്കുന്നവരെയെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ പയ്യൻ സ്വയം കൃഷ്ണരാജ് മിശ്ര എന്ന് അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആ പയ്യൻ കൃഷ്ണരാജ് മിശ്രയാണോ, അതോ ഇതിൽ വല്ല ചതിയോ ചുറ്റിക്കളിയോ ഉണ്ടോ? എന്റെ മോനെ ഒന്ന് വേഗം വാ, ഭക്ഷണം തണുത്തു പോവില്ലേ? വാ. അമ്മേ, ആരാ ഇത്? അമ്മേ, ഞാൻ അമ്മയുടെ മോന കൃഷ്ണ. എന്റെ കൃഷ്ണയോ? അമ്മേ, ഇവരൊക്കെ ആരാ? ചക്കര, എന്റെ മോള് വല്ലാണ്ട് വലിയ കുട്ടിയായല്ലേ. നിന്നെ കണ്ടിട്ട് തികച്ച 12 കൊല്ലമായി. ഇതേ നോക്കേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് അത്. എന്നാ കഴിക്കേ. പക്ഷേ നിങ്ങൾ ആരാ? അല്ല, ഞാനോ? ഞാൻ നിന്റെ അച്ഛനാ. പപ്പയോ? അമ്മേ, ഇതെന്തൊക്കെയായി നടക്കുന്നത്? ഇവൻ എങ്ങനെ എന്റെ പപ്പയാവാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് എന്തോന്നതായത്? ഇതെന്റെ മോൻ കൃഷ്ണ തന്നെയാ. അമ്മയുടെ കണ്ണുകളെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. അതെ, അമ്മയുടെ കണ്ണുകളെ ഒരിക്കലും ആർക്കും പറ്റിക്കാനാവില്ല. ഇവൻ ഞങ്ങളുടെ മകൻ സോനുവാണ്. അമ്മയൊന്ന് ചോദിക്ക്, ഇവര് സത്യത്തിൽ കൃഷ്ണരാജ് മിശ്രയാണോന്ന്? ആണെങ്കിൽ ഒരു കുട്ടിയുടെ രൂപത്തിൽ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അദ്ദേഹം മരിച്ച 12 കൊല്ലമായില്ലേ?
ആരാണത്? 12 വർഷത്തിന് ശേഷം ആരാ വന്നേക്കുന്നേ? ആ, ആരാ ഇവരൊക്കെ? ഇവിടെ എന്താ നടക്കുന്നേ? ഈ കുട്ടിക്ക് എന്നെ നന്നായി അറിയാന്ന പറയുന്നത്. ഇവൻ പറയുന്നു ഇവൻ നിന്റെ അളിയനാണെന്ന്, കൃഷ്ണരാജാണെന്ന്. ഇവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ അളിയന് മാത്രം അറിയാവുന്നതാ. സത്യത്തെ ഓരോ കാര്യങ്ങളും എവിടെക്കാ വെച്ചതെന്ന് നിന്റെ അളിയന് മാത്രം അറിയുന്നതാ. എന്ത്? പിന്നെ അമ്മ പോലും അമ്മയെ അതൊക്കെ വിശ്വസിക്കുന്നു. അവരോട് കൃഷ്ണ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ അവൻ പറയുന്നു. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പോലും. അളിയനോ? ഇത്ര വരെ ചെറിയ അളിയനോ? അളിയനോ? ഈ ചെറിയ ചെക്കനാണോ എന്റെ അളിയൻ? അളിയൻ തന്നെയാ, കൃഷ്ണ രാജ് മിശ്ര. എന്താ നോക്കിയേ, ഇതോടെ നീ നിർത്തിക്കണം. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ കളിക്കാൻ? ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാ നാടകം കളിച്ചോണ്ടിരിക്കണോ നീ? മയാങ്ക്, നിന്റെ അളിയനോട് ഇങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിക്കോ? അമ്മ, നിങ്ങളും അതിനിപ്പോ ഇങ്ങനെയോ? ഒരു വേഷം മാറി വന്നെന്ന് വെച്ച് നിങ്ങൾ ഇവരെങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുവാ? ഇവര് വേഷം മാറി വന്നതൊന്നുമല്ല. ഇവൻ എന്റെ മകൻ കൃഷ്ണ തന്നെയാ. അമ്മേ, ഇത് കൃഷ്ണയാണെങ്കിൽ എന്താ നമ്മളോട് പറയാത്തത്? എന്തിനാ ഇവിടെ വന്നതെന്ന്? ഞാൻ എന്നെ കൊന്നവരെ കണ്ടുപിടിക്കാൻ വന്നിരിക്കുക. നിങ്ങളൊക്കെ എന്താ കരുതത്? എന്റെ മരണം യാദർശികമായിരുന്നോ? എന്നാ അല്ല, എന്നെ പ്ലാൻ ചെയ്ത് കൊന്നതാ. ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയതാ. അപ്പോ എന്നെ ചുറ്റും അതുകൊണ്ട് എന്നെ കൊന്നവരെ ഞാൻ കണ്ടുപിടിക്കാൻ വന്നിരിക്കുക. ഇതൊക്കെ പച്ചക്കള്ളവാ. അളിയന്റെ മരണം എന്ന് പറയുമ്പോൾ അതൊരു ആക്സിഡന്റ് ആണ്. അയാളെ ആരും മർഡർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ വീട് വിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങണം. അതോ ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കഴുത്തെ പിടിച്ച് ഞാൻ ഈ വീട് വിട്ട് നിങ്ങൾ ഇവിടുന്ന് പുറത്തയക്കും. മനസ്സിലായോ? ഞാനും നോക്കട്ടെ ആരാണോ എൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന്, പിന്നെ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് ആരാ കെട്ടുന്നതെന്ന്. ആ പിന്നെ ചക്കരെ, നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ പായസം കഴിക്കാൻ എനിക്ക് ഒരുപാട് കൊതിയാവുക. ഉണ്ടാക്കി തരുമോ പ്ലീസ്? ആ പിന്നെ നിനക്ക് സാരി ഒട്ടും ചേരുന്നില്ല കേട്ടോ. ഓർമ്മയാണോ നിനക്ക് ആ റെഡ് സാരി നിനക്ക് ഞാൻ വാങ്ങിച്ചെന്നത്? നീ ആള് കൊള്ളാലോടി. നിങ്ങള് ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ട്. ആണോ? കള്ളം പറയരുത്. ചേടാ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഇതെന്താ ഇത്? എന്റെ നീണ്ട ആയുസിന് വേണ്ടിട്ട് ഇത്രയും ചെറിയ സിന്ദൂരോ? അത് നല്ലപോലെ വലുതാക്കി ഇട്ടേക്ക്. എന്നാലല്ലേ എപ്പോഴും എന്റെ ഒപ്പം ഉണ്ടാവാൻ പറ്റൂ.
ഒന്ന് തൊട്ടുന്നൂടെ? ഏയ്, എന്തായി ചെയ്യുന്നേ? എന്നെ വിടുന്നേ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കണോ? വിട്. പായസം ഉണ്ടാക്കാൻ പോവാ? ആ. എന്നാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പായസം ഉണ്ടാക്കാൻ പോയാലോ? ഏയ്, ഒന്ന് വിടൂ. എന്നാ പൊക്കോ. വിട്ടു കഴിഞ്ഞു. ശരിക്കും വിടാനാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് അറിയാടി പെണ്ണേ. ഈ സൈഡിൽ നിന്നെ കാണാൻ അടിപൊളിയാണല്ലോ ചക്കരേ. എന്റെ കൃഷ്ണ തിരിച്ചു വന്നു മോളെ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല വീണ്ടും നിന്നെ ഇതുപോലൊരു രൂപത്തിൽ കാണാൻ പറ്റുമെന്ന്. എന്തു പറ്റി മോളെ? നീ എന്താ ആലോചിക്കുന്നേ? അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എന്തൊക്കെയാണോ സംഭവിക്കുന്നത് വളരെ നല്ലത് തന്നെയാ സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ നീ എന്റെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കുന്നേ? ആയിരിക്കും. എന്താമൻ, നീ എന്നെ അന്വേഷിച്ചു തന്നതാ? അല്ല, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അതോ കള്ളമാണോ എന്ന് ഞാൻ... അപ്പൊ നിനക്കും ഞാൻ പറയുന്നതൊന്നും വിശ്വാസമായില്ല അല്ലേ? ശരി, എന്നൊരു കാര്യം പറയാം. എന്നെ ഏത് രാത്രിയാണോ കൊന്നത് അന്ന് നിനക്ക് ഞാൻ സഹായം ചോദിച്ച് കോൾ ചെയ്തിരുന്നു. നീ സഹായിക്കാൻ വന്നില്ല. നിനക്ക് ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നോ? കൃഷ്ണൻ, അത് ഞാൻ വന്നു. പക്ഷേ ഒരുപാട് വൈകിപ്പോയി അല്ലേ? സാറില്ല, പോട്ടെ, അതൊക്കെ വിട്ടേക്ക്. നിനക്ക് ആ കാര്യമൊക്കെ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ നീ എന്നെ ഓടി ഒന്ന് രക്ഷിക്കായിരുന്നില്ലേ? ഒരു കൊച്ചു പയ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. കൃഷ്ണയുടെ ആത്മാവ് അവന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഒരിക്കലും കഴിയില്ല. ഇതിൽ കൃഷ്ണയുടെ സുഹൃത്തായിരുന്ന അമൻ ഒരു കാര്യം മനസ്സിലാക്കി. ചില ചോദ്യങ്ങളിൽ സയന്റിസ്റ്റുകൾക്ക് പോലും ഉത്തരം മുട്ടിപ്പോകും. അതായത്, മരിച്ചു കഴിഞ്ഞ് ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? ഉടലിൽ നിന്ന് ആത്മാവ് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? സത്യത്തിൽ ഈ ആത്മാവെന്ന് പറയുന്നത് ഉണ്ടോ അതോ ഇല്ലയോ? ശാസ്ത്രത്തിന് പോലും പുനർജന്മത്തെക്കുറിച്ച് ശരിയായ ഒരു ഉത്തരമില്ല. സോനു കൃഷ്ണയുടെ രൂപത്തിൽ തന്നെ കൊന്നവരെ ശിക്ഷിക്കാനായി വന്നിരിക്കുകയാണ്. ചിലരിതൊരു ചതിയായി കാണുന്നു. നമുക്ക് എങ്ങനെയും ചിന്തിക്കാം, ഈ പയ്യൻ കള്ളം പറയുന്നതായിരിക്കുമോ? പക്ഷേ മാതൃസ്നേഹം ഒരിക്കലും കള്ളം പറയില്ല. ഒരു മനുഷ്യന് തന്റെ കുടുംബത്തോടുള്ള സ്നേഹത്തിൽ എന്തെങ്കിലും കള്ളമുണ്ടോ? ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് എന്നോട് എന്തിനാ അങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ നിന്നെ ഇപ്പോൾ അവിടെ ഒളിപ്പിച്ചത് എന്നെ കൊന്ന ആ ദിവസം ഉണ്ടല്ലോ. നിനക്ക് പൈസയുടെ നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ? ഞാൻ നിനക്ക് തന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം ചോദിക്കണമായിരുന്നു. അന്ന് നിനക്ക് വേറെ എന്തെങ്കിലും പൈസ കിട്ടിയോ? എനിക്ക് അതിനെക്കുറിച്ച് അലച്ച് നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് ശരിയാക്കി എടുക്കും. ഞാൻ ഒരാളുടെ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിരുന്നു. ഞാനും റെഡി ആക്കിയായിരുന്നു. അത് തരാനും വിളിച്ചത്. അപ്പോഴത്തേക്ക് ഒരുപാട് നടന്നു. എന്തൊക്കെയാവൻ? ഒന്നുമില്ല. ഇത് നോക്കാമെന്ന് എനിക്കറിയാം.
നീ അതുകൊണ്ട് എൻ്റെ അടുത്ത് കള്ളം പറയാൻ നിൽക്കണ്ട. ഒന്നും മറച്ചു വയ്ക്കാനും ശ്രമിക്കണ്ട. എടാ, നിന്നെ ചെറുപ്പം തൊട്ട് എനിക്ക് അറിയാവുന്നതല്ലേ. നിനക്കെപ്പോഴാ ഈ വിക്ക് വരാന്നറിയോ? നിനക്ക് വിക്ക് വരുന്നത് ഒന്നെങ്കിൽ നീ എൻ്റെ അടുത്ത് കള്ളം പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറയ്ക്കുക. ശനി, സത്യം പറ, എന്താ പ്രശ്നം? കൃഷ്ണ, അത് ഞാൻ നിന്റെ ഫ്രണ്ട്സിനോടും പറയില്ല. കൃഷ്ണ, എന്നോട് ക്ഷമിക്ക്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ ഈ ഭാരം ചുമക്കുക. നീ എന്തൊക്കെയായി പറയുന്നേ? നീ എന്നെ ഇത്രയ്ക്ക് വിശ്വസിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലടാ. എന്നെ നീ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാ കണ്ടിരിക്കുന്നത്. എന്താടാ? ജിതിൻ നിന്നെ കൊന്ന ആ ദിവസം അന്ന് ഞാൻ അവിടെ വന്നിരുന്നു. പക്ഷെ ഞാൻ അവിടെ വരുമ്പോഴേക്കും കൃഷ്ണ 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 കണ്ണു തുറക്ക്. ആരെങ്കിലും വാ, ആരും ഇല്ല ഇവിടെ. ഇവിടെയായിരുന്നു ബോഡി കിടന്നിരുന്നത്. നീ എന്റെ ഈ കൈകളിലായിരുന്നു. എനിക്കപ്പോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ, എനിക്കും ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അന്ന് ഞാൻ ആരെയോ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, എന്തോ ജോലിക്കാരൻ തന്നെയാ. പിന്നെ പെട്ടെന്നാണ് ഒരു ബൈക്കിന്റെ ശബ്ദം. ആ ബൈക്ക് ഏകദേശം പഴയതായിരുന്നു. ആ ബൈക്കില് പുലിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓടിച്ചതൊരാ ഞാൻ അവിടുന്ന് ഓടി. പിന്നെ അവരെന്നെ ഫോളോ ചെയ്തോണ്ട് വന്നായിരുന്നു. പിന്നെ ഞാനൊരു കുളത്തെടുത്ത് ചാടി. അവരെന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഓടി. പക്ഷെ അവന്മാരെന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു. പിന്നെ എന്നിട്ട് അവിടുന്ന് വീണ്ടും അവരുടെ രക്ഷപ്പെടാൻ നോക്കി. ഫൈറ്റ് നടന്നു. പിന്നെ ഒരുവിധം എന്റെ ജീവൻ രക്ഷിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇതാ, ഇവിടെ ഞാൻ മരിച്ചത്. ഇവിടെ വെച്ചാണ് എന്നെ ഷൂട്ട് ചെയ്തത്. പിന്നെ
മാസ്ക് ഊരി കാണിച്ചിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ പുകയുടെ ഇടയിലെ കൂടെ ഒരു ശബ്ദം കേട്ടോ. അവൾ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? അവൻ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ ഓർക്ക്. അവൻ പറഞ്ഞത്, അളിയാ അളിയാ നയൻ നീയോ? അതെ, ഞാൻ തന്നെ. വേണ്ട വേണ്ട, എടാ, എന്നെ ചേർത്ത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒന്നും പറയല്ലെന്ന്. നിക്കടിയാ, എങ്ങോട്ടായി ഓടുന്നേ? എന്തിനാളിയാ കിടന്ന് പിഴയ്ക്കുന്ന? നിക്കടാവിടെ. വിട്. നീ എങ്ങോട്ടാടാ ഓടുന്നേ? എന്റെ കൈ കൊണ്ട് ചാവാനാണോടാ നിന്റെ തീരുമാനം? അതോ എന്റെ കൈ കൊണ്ട് ചാവാനാണോ നിനക്ക് ആഗ്രഹം? പറടാ. നീയാണല്ലേ? ആ, ഞാൻ തന്നെ. വീണ്ടും വീണ്ടും പറയണോ? എല്ലാം ദൈവത്തിന് അറിയാലോ. അദ്ദേഹം നിന്നെ വീണ്ടും പറഞ്ഞയച്ചേക്കുവാ. എന്റെ കൈ കൊണ്ട് മരിക്കാനാ നിനക്ക് എഴുതിയിട്ടുള്ളത്. എടാ, ഞാൻ നിന്നെ ചുമ്മാ അളിയാ അളിയാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ചിരി കൺട്രോൾ ചെയ്യാൻ വയ്യ. അപ്പൊ അത് നീയായിരുന്നല്ലേ? അതിപ്പോ എത്ര പ്രാവശ്യം ഞാൻ പറയണം? അതെ, ഞാൻ തന്നെ നിന്നെ കൊന്നത്. ഞാനാണത്. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ തന്നെയാ പറയുന്നത് നിന്റെ അടുത്ത്. ഞാൻ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അളിയനെ ദാ ഈ കൈകൾ കൊണ്ട്, ഈ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്ത് കൊന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? നീ എൻ്റെ ബ്ലാക്ക് മാർക്കറ്റിന്റെ രഹസ്യം മനസ്സിലാക്കി. അതാ നീ എനിക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. എന്നെ നീ തടഞ്ഞു നിർത്തി. എനിക്ക് നീ ക്ലാസ് എടുത്തു. അത്തരം ബിസിനസ് ഞാൻ നിർത്തിയില്ലെങ്കിൽ നീ എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞോണ്ട് നിനക്ക് എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കണമല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിന്നെ മുകളിലോട്ട് പറഞ്ഞയച്ചേ. വീണ്ടും അത് തന്നെ ചെയ്യാൻ പോകുന്നേ. ഇപ്പം ഇവിടെ വെച്ച് അന്നത്തെ പോലെ ഇപ്പൊ ഇവിടെ വെച്ച് നിന്റെ കഥ അവസാനിപ്പിക്കാം. നിൽക്കൂ ഇൻസ്പെക്ടർ സാർ. നാണം കേട്ടവനെ, ദ്രോഹി. നിന്നെ പോലൊരു സഹോദരൻ ഉണ്ടാവുന്നതിൽ നല്ലത് അതില്ലാതിരിക്കുന്നതാ. ഓരോ രക്ഷാബന്ധ ദിവസവും നീ എനിക്ക് വാക്ക് തന്നതല്ലേ നീ എന്നെ രക്ഷിക്കുമെന്ന്. പക്ഷെ നീ എന്റെ ഭർത്താവിനെ കൊന്നുല്ലേ? എന്തിന്? എന്തിനാ കൊന്നത്? പറ, എന്തിനാ? എന്തിനാ? പക്ഷെ ഇന്നും നീ രക്ഷപ്പെടുമായിരുന്നു. അവന് വേണം ഞാൻ നന്ദി പറയാൻ. അവൻ ഞങ്ങളെ ശരിയായ സമയത്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ നീ ചേച്ചി മിണ്ടരുത്. നീ നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് നീ എന്നെ ചേച്ചിയെന്ന് വിളിച്ചാലുണ്ടല്ലോ. 12 വർഷം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് അതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നാ. പടുകുഴിയിലേക്ക് വണ്ടി വീണത് കാരണം അദ്ദേഹത്തിന്റെ ബോഡി പോലും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിയായി സംസ്കാരവും നടത്താൻ പറ്റിയില്ല. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഇൻസ്പെക്ടർ സാർ ഇവനെ കൊണ്ടുപോകും. ഇവനെ ഞാനിപ്പോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം. പക്ഷെ കൃഷ്ണരാജിന്റെ DNA ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ മോളുടേതുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ കേസ് കൂടുതൽ സ്ട്രോങ് ആവും. ബോഡി എവിടെയുള്ളത്? ഞാൻ പറയാം സാർ. വന്ന് കാണിക്കേ. നിൽക്കൂ. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? നിങ്ങളുടെ മകനെ വിട്ടിട്ട്? നിങ്ങൾ ഏത് ബന്ധത്തിന്റെ കാര്യമാണോ സംസാരിച്ചത്, ആ ബന്ധം
കഴിഞ്ഞ ജന്മത്തിലേതായിരുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു, നിങ്ങൾ എൻ്റെ ഭർത്താവും. ഇത് നിങ്ങളുടെ മകളും, ഇത് നിങ്ങളുടെ അമ്മയും. പക്ഷെ ഈ ജന്മത്തിൽ അതാണ് നിങ്ങളുടെ കുടുംബം. നിങ്ങൾ അദ്ദേഹത്തിന്റെ മകനാണ്. കഴിഞ്ഞ ജന്മത്തിൽ ബാക്കി വെച്ച കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്തു തീർത്തു. പക്ഷെ ഈ ജന്മത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനിയും ബാക്കിയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇനിയും ബാക്കിയാണ്. ആ കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും. മോളെ, നീ എന്റെ അമ്മേ, കഴിഞ്ഞ ജന്മത്തിലായിരുന്നു ഇദ്ദേഹം നിങ്ങളുടെ മകൻ. ഈ മകനെ അവരത്രയ്ക്കും സ്നേഹിക്കുന്നു, അമ്മ സ്നേഹിക്കുന്നത് പോലെ തന്നെ. പക്ഷെ ചക്കരെ, നിന്റെ മോളുടെ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെയോ? നിങ്ങൾ എപ്പോഴും എനിക്ക് ധൈര്യം തന്നിരുന്നു, എന്തും നേരിടാനുള്ള ധൈര്യം. ആ ധൈര്യം മുറുകെ പിടിച്ചാണ് നമ്മുടെ ഈ കുടുംബത്തെ 12 വർഷം നോക്കിയത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ ഈ കുടുംബത്തെ സംരക്ഷിക്കണം. അവരാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും മര്യാദയും അതെല്ലാം നിങ്ങൾ ആ കുടുംബത്തിനും നൽകുമെന്ന്. നീ പറയുന്നത് പോലെ ഞാൻ പോവാ. നിന്റെ ആഗ്രഹം എന്താണോ അതന്നെ ആവട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നും നമുക്ക് ജീവിതത്തിന്റെയും മരണത്തിന്റെയും രഹസ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു കടങ്കഥ പോലെയാണ്. അത് മനസ്സിലാക്കാൻ ശാസ്ത്രം എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കൃഷ്ണരാജിന്റെ കഥ ആദ്യമായി നമ്മൾ അവതരിപ്പിച്ചപ്പോ യഥാർത്ഥത്തിൽ എല്ലാവരും അമ്പരന്നു പോയി. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥയും. ക്രൈം എത്ര മുമ്പ് ചെയ്തതാണെങ്കിലും ശരി, എത്ര ചാതുര്യത്തോടെ അത് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഒരിക്കൽ നിയമത്തിന്റെയും പോലീസിന്റെയും മുന്നിൽ പെട്ടുപോകും. പൊതുവെ പറയാറില്ലേ, എ ക്രൈം നെവർ പേയ്സ്. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപം, നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. തെറ്റ് ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുതന്നെയാണ് കൃഷ്ണരാജിനെ കൊന്നവനും സംഭവിച്ചത്. കൊലപാതകം ചെയ്തവൻ എത്ര ബുദ്ധിമാനായാലും ശരി, എല്ലാ കാലവും അത് മറച്ചുവെക്കാൻ പറ്റില്ല. നിയമത്തെയും പോലീസിനെയും കബളിപ്പിച്ച് ഒരുപാട് കാലം ഒളിച്ചു കഴിയാൻ അവന് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാരെയും ഞാൻ വാൺ ചെയ്യുകയാണ്, നിങ്ങൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്. എന്റെ പേര് ഗിരീഷ് ജെയിൻ. ക്രൈം അലർട്ടിന്റെ ഈ എപ്പിസോഡിൽ നിന്നും ഞാൻ വിടവാങ്ങുന്നു. വീണ്ടും നമുക്ക് കാണാം ഇതുപോലൊരു ഉഗ്രൻ കേസുമായി. അതുവരെ ബി അലർട്ട്, ബി സേഫ്. ക്രൈം അലർട്ട്. കുറ്റങ്ങൾക്കെതിരെ ശബ്ദമുയർത്താം.